محمد سيد الكونين والثقلين محمد وسلم دائما أبدا على حبيبك خير الخلق كلهم محمد سيد الكونين والثقلين محمد سيد. السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على سيدنا محمد رسول الله وعلى آله وأصحابه الفائزين برضا الله. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله ولتنظر نفس ما قدمت لغد واتقوا الله إن الله خبير بما تعملون. قال الله عز وجل: لا تزول قدم ابن آدم يوم القيامة حتى يسأل عن أربع: عن عمره فيما أفناه، وعن شبابه فيما أبلاه، وعن ماله من أين اكتسبه وفيما أنفقه، وعن علمه فيما عمل به، أو كما قال رسول الله: أصلي صلاة تملأ الأرض والسماء على من له أعلى العلام تبوأوا، أقيم مقاما لم يقم فيه مرسلوا، وأمست له حجب الجلال توطأوا، إلى العرش والكرسي أحمد قد دنا، ونورهما من نوره يتلألأ. أمة سيدنا محمد. ആദരണീയരായ പണ്ഡിതന്മാരെ, ബഹുമാന്യരായ ഈ മഹല്ല് ജമാഅത്ത് ഭാരവാഹികളെ, സ്നേഹമുള്ള സഹോദര സഹോദരിമാരെ, സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഒരുമിച്ച് കൂടൽ അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിൽ അവന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ ഒരുമിച്ച് കൂടി സന്തോഷിക്കാൻ പറ്റിയ ഒരു അമലാക്കി തീർക്കുമാറാവട്ടെ. ഈ മഹത്തായ സദസ്സിൽ സംബന്ധിച്ചിട്ടുള്ള എല്ലാ സഹോദര സഹോദരിമാരുടെയും സർവദോഷങ്ങളും അല്ലാഹു പൊറുക്കുകയും എല്ലാ ഹലാലായ ഉദ്ദേശങ്ങളും അല്ലാഹു എളുപ്പത്തിൽ സാധിപ്പിച്ചു തരികയും എല്ലാ രോഗങ്ങളും ശിഫയാക്കി തരികയും അല്ലാഹുവിന്റെ ദീനിന്റെ ഖിദ്മത്തിലും അവന്റെ ത്വാഅത്തിലുമായി ദീർഘകാലം ജീവിക്കാൻ ആയുസ് വർദ്ധിപ്പിച്ചു തരികയും ചെയ്യുമാറാവട്ടെ. പരിപൂർണ മുഅ്മിനീങ്ങളാക്കി മരിപ്പിച്ച് അല്ലാഹു നമ്മെ രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. മഹത്തായ ദിക്ർ ഹൽഖയോടനുബന്ധിച്ചുള്ള വാർഷിക സമ്മേളനവും ഇൽമിന്റെ സദസ്സുമാണ് ഇവിടെ തുടക്കം കുറിച്ചിരിക്കുന്നത്. വളരെ വിശാലമായി പറയേണ്ടതും
ഉൾക്കൊള്ളേണ്ടത് ഈ യുഗത്തിൽ വിശേഷിച്ചും നമുക്ക് ആവശ്യമുള്ളതുമാണ് ഇപ്പോൾ നമ്മുടെ മുമ്പിലിരിക്കുന്ന വിഷയം. അതിലേക്ക് കടന്ന് വരും മുമ്പ് ചില പ്രത്യേക കാര്യങ്ങൾ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു. വാചാലമായി പ്രസംഗിക്കാനുള്ള ശാരീരിക അവസ്ഥ ഇന്നെനിക്കില്ലെന്ന് ആമുഖമായി ക്ഷമരൂപയാണ്. ശബ്ദം വളരെ പ്രതികൂലമാണ്. എന്നാലും നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുന്ന പക്ഷം അള്ളാഹുവിന്റെ ഇൽമ കേൾക്കാനുള്ള ആഗ്രഹത്തോടെ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുന്നതും ഞാൻ പറയുന്നതും നമുക്ക് ആഖിറത്തിലേക്ക് അള്ളാഹു ഉപകരിപ്പിക്കുമാറാവട്ടെ. ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവായ അള്ളാഹു ഈ ലോകത്തിന്റെ മുഴുവനും ഉത്തരവാദിത്തം, ഈ പ്രപഞ്ചത്തിന്റെ മാനേജിംഗ് മനുഷ്യവർഗമാകുന്ന നമ്മെയാണ് അള്ളാഹു തആല ഏൽപ്പിച്ചത്. എന്തെല്ലാം വസ്തുക്കൾ ഈ പ്രപഞ്ചത്തിലുണ്ട്, മനുഷ്യന് കാണാൻ പറ്റിയതും കാണാൻ പറ്റാത്തതും ചലിക്കുന്നതും ചലിക്കാത്തതുമായ ചേതനവും അചേതനവും ആയ വസ്തുക്കൾ, ലക്ഷക്കണക്കിന് വസ്തുക്കൾ ഈ പ്രപഞ്ചത്തിലുണ്ട്. എന്നിട്ട് അതിന്റെ ഒന്നും അവകളിലൊന്നും ഈ പ്രപഞ്ചത്തിന്റെ ഉത്തരവാദിത്തം അള്ളാഹു ഏൽപ്പിക്കാതെ മനുഷ്യവർഗമാകുന്ന നമ്മെയാണ് അള്ളാഹു ഇത് ഏൽപ്പിച്ചത്. എന്താണ് മനുഷ്യരായ നമ്മെ ഇത് ഏൽപ്പിക്കാൻ കാരണം? എന്തൊരു കഴിവാണ് നമുക്കുള്ളത്? ഒരു ഉത്തരവാദിത്തം ആരെ ഏൽപ്പിക്കുന്നുവോ ആ ഏൽപ്പിക്കപ്പെടുന്ന കക്ഷിയിൽ എന്തെങ്കിലും ഒരു കഴിവ് കണ്ടിട്ടായിരിക്കണം അത് ഏൽപ്പിക്കുന്നത്. ഈ മഹത്തായ പള്ളിയുടെ പരിപാലനം ഈ രാജ്യത്തെ ജനങ്ങളെ മുഴുവനും വിളിച്ചുകൂട്ടി നടത്തപ്പെടുന്ന പൊതുയോഗത്തിൽ നിന്ന് ഒരു പ്രത്യേക ആളുകളെ തെരഞ്ഞെടുത്തവരെ ഏൽപ്പിക്കുമ്പോൾ അവരിൽ നാം കാണുന്നു ഈ കൂടിയ ജനങ്ങളിൽ ഈ പള്ളിയുടെ പരിപാലനത്തിന് മിടുക്കന്മാർ ഈ തെരഞ്ഞെടുക്കപ്പെടുന്നവരാണ് എന്ന് പ്രതീക്ഷിച്ചുകൊണ്ടാണല്ലോ അവരിൽ നാം അത് ഏൽപ്പിക്കുന്നത്. അവർക്ക് പ്രത്യേക കഴിവുണ്ട് ആ വിഷയത്തിന് എന്ന നിലക്കാണ്. അങ്ങനെ വരുമ്പോൾ ഈ പ്രപഞ്ചത്തിന്റെ മുഴുവനും മാനേജ്മെന്റ് മനുഷ്യൻ വഹിച്ചിരിക്കുകയാണ്. എന്താണ് ഇതര ജീവികൾക്ക് അള്ളാഹു ആ കഴിവ് കൊടുക്കാതെ, ആ ഉത്തരവാദിത്വം കൊടുക്കാതെ മനുഷ്യരായ നമുക്ക് അള്ളാഹു അത് തരാൻ കാരണം? എന്ത് കഴിവാണ് നമുക്കുള്ളത്? എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറയുന്നു, ഖലഖ ലക്കും മാ ഫിൽ അർദി ജമീഅ. ഈ ഭൂമിയിലുള്ള മുഴുവൻ വസ്തുക്കളും, ഭൂമി എന്ന് പറഞ്ഞാൽ മനുഷ്യൻ അധിവസിക്കുന്നത് ഭൂമിയായതുകൊണ്ട് അങ്ങനെ പറഞ്ഞു എന്ന് മാത്രം. ലോകത്തുള്ള മുഴുവൻ വസ്തുക്കളും അല്ലാഹു സൃഷ്ടിച്ചത് മനുഷ്യന്റെ ഗുണത്തിന് വേണ്ടിയാണ്. നമ്മുടെ ഗുണത്തിന് വേണ്ടിയാണ് അല്ലാഹു ഈ പ്രപഞ്ചത്തിലെ മുഴുവൻ വസ്തുക്കളെയും സൃഷ്ടിച്ചത്. നമുക്കതിന്റെ പ്രയോജനം അറിഞ്ഞുകൂടെന്ന് മാത്രം. ഈ ലോകത്തുള്ള വസ്തുക്കളെല്ലാം അല്ലാഹു സൃഷ്ടിച്ചത് നമുക്ക് വേണ്ടിയാണോ? കഴിഞ്ഞ തലമുറയിലെ പണ്ഡിതന്മാർ ഇത് ദർസ് നടത്തുമ്പോൾ, ഖുർആൻ അർത്ഥം പഠിപ്പിക്കുമ്പോൾ അല്ലാഹു പറഞ്ഞു എന്നതിന്റെ പേരിൽ വിശ്വസിക്കലാണ്. ഇന്ന് ആധുനിക ശാസ്ത്രം വളർന്നപ്പോൾ വളരെ വ്യക്തമായി ഓരോ ആയത്തും നമ്മുടെ അനുഭവത്തിൽ മനസ്സിലാക്കാൻ നമുക്ക് കഴിയും. ഈ പ്രപഞ്ചത്തിലെ മുഴുവൻ വസ്തുക്കളും മനുഷ്യന്റെ ഗുണത്തിന് വേണ്ടിയാണ് അല്ലാഹു സൃഷ്ടിച്ചത് എന്ന് ഓരോ ദിവസവും ശാസ്ത്രം വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു, മനുഷ്യൻ കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നു, നമുക്ക് ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഒരു കാലത്ത് ഉപയോഗം കണ്ടെത്താത്ത വസ്തു ഇന്ന് കമ്പോളത്തിൽ ഉപയോഗമുള്ള വസ്തുവായിരിക്കുകയാണ്. അന്ന് അതിന് ഉപകാരമില്ലായിരുന്നു, ഇന്ന് മനുഷ്യനതിന് ഉപകാരം കണ്ടെത്തിയിരിക്കുന്നു. എത്രത്തോളം സർപ്പങ്ങളുടെ കൂട്ടത്തിൽ ഉഗ്രവിഷമുള്ള ഒരു സർപ്പമും
പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന എന്നെ ലക്ഷ്യം വെച്ച് ആ സർപ്പമൊന്ന് ഊതിയാൽ അതിന്റെ വായിൽ നിന്ന് വരുന്ന കാറ്റ് വരുന്ന വഴിക്ക് പച്ച പിടിച്ചു നിൽക്കുന്ന സസ്യങ്ങളും വൃക്ഷങ്ങളും മുഴുവനും അതിന്റെ വിഷത്തിന്റെ കാഠിന്യം കൊണ്ട് കരിഞ്ഞു പോകും. അത്ര കടുപ്പമേറിയ ആ സർപ്പം 700 കിലോമീറ്റർ ദൂരത്തിൽ നിന്ന് എന്നെ ലക്ഷ്യം വെച്ച് ഊതിയാൽ ആ കാറ്റ് എന്റെ ശരീരത്തിൽ വന്ന് തട്ടുന്നതോടുകൂടി തൽക്ഷണം ഞാൻ ഇവിടെ മരിച്ചു വീഴുന്നു. ആ പാമ്പ് എന്നെ തൊടണമെന്നില്ല, കടിക്കണമെന്നില്ല. അത്ര ഗൗരവമേറിയ സർപ്പത്തിന്റെ വിഷം ശുദ്ധീകരിച്ചാൽ ഹൃദയരോഗത്തിൽ ഏറ്റവും നല്ല സിദ്ധൌഷധമാണെന്ന് ബ്രിട്ടനിലെ ഒരു സെറ്റ് ശാസ്ത്രജ്ഞന്മാർ കണ്ടുപിടിക്കുകയും മനുഷ്യന്റെ ജീവൻ നിലനിർത്താൻ സർപ്പത്തിന്റെ വിഷം ഉപയോഗിക്കുന്ന ഒരു ലോകത്താണ് നാം ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലാഹു ഇതെല്ലാം സൃഷ്ടിച്ചത് നമ്മുടെ ഗുണത്തിന് വേണ്ടിയാണ്. പക്ഷേ അതിന്റെ ഗുണം നാം കണ്ടെത്തിയില്ല. ഹോമിയോ ഡോക്ടർമാർ നമ്മുടെ ഈ പ്രസംഗം കേൾക്കുന്നവരുണ്ടെങ്കിൽ അവരോട് ചോദിച്ചാൽ അറിയാം, ഹാർട്ട് അറ്റാക്കിന് ഹോമിയോയിൽ കൊടുക്കുന്ന ഒരു ഗുളിക പാമ്പിന്റെ വിഷം ശുദ്ധീകരിച്ചെടുത്തതാണ്. അതിന് പേര് തന്നെ സർപ്പത്തോട് തുല്യപ്പെട്ടുകൊണ്ടാണ് അതിന്റെ പേര്. നോക്കണേ നിങ്ങൾ, ഓരോ വസ്തുക്കളെയും അല്ലാഹു സൃഷ്ടിച്ചത് നമുക്ക് വേണ്ടിയാണ്. നാം അതിന്റെ ഗുണം കണ്ടെത്തിയില്ലെന്ന് മാത്രം. എന്താണ് അതിന്റെ ഗുണം? എന്താണ് മനുഷ്യരതുകൊണ്ട് പ്രയോജനം? അത് നാം ചിന്തിച്ചു നോക്കൂ സഹോദരങ്ങളെ. ലോകത്തെ എല്ലാ വസ്തുക്കളെയും അല്ലാഹു തആല നമുക്ക് അധീനപ്പെടുത്തി തന്നുകൊണ്ട് അതിന്റെ മുഴുവനും ഉത്തരവാദിത്തം നമ്മെ ഏൽപ്പിക്കാനുള്ള പ്രത്യേകമായ കഴിവ്, ഇതര ജീവികൾക്കില്ലാത്ത കഴിവ് നമുക്കെന്താണുള്ളത്? നമുക്ക് കുറെ ഉദാഹരണങ്ങൾ പറയാം. മനുഷ്യന് അല്ലാഹു ഈ പ്രപഞ്ചത്തിന് ഉത്തരവാദിത്തം ഏൽപ്പിക്കാൻ കാരണം മനുഷ്യൻ സന്താനോൽപാദനത്തിന് കഴിവുള്ളവനാണ്. അതുകൊണ്ടാണ് അല്ലാഹു ഇതിന്റെ ഉത്തരവാദിത്തം നമ്മെ ഏൽപ്പിച്ചത് എന്നൊരു മറുപടി നാം പറഞ്ഞു നോക്കിയാൽ അതെത്ര കണ്ട് ശരിയാവും? ഒരേ സമയത്ത് ഒരൊറ്റ പ്രസവത്തിൽ ലക്ഷക്കണക്കായ സന്താനങ്ങൾ ഉണ്ടാകുന്ന മത്സ്യം അല്ലാഹുവിന്റെ സമുദ്രത്തിൽ ജീവിക്കുന്നു. സന്താനോൽപാദനത്തിന്റെ കഴിവുകൊണ്ടാണ് ഈ പ്രപഞ്ചം നമുക്ക് നൽകിയതെങ്കിൽ അത് നമ്മിലല്ല ഏൽപ്പിക്കേണ്ടത്, കടലിൽ കഴിഞ്ഞുകൂടുന്ന മത്സ്യത്തിലാണ്. സന്താനോൽപാദനത്തിന്റെ കഴിവുകൊണ്ടല്ല. പിന്നെയോ ആരോഗ്യത്തിന്റെ പേരിലാണോ അല്ലാഹു ഈ പ്രപഞ്ചത്തിലെ ഉന്നത സൃഷ്ടിയായി മനുഷ്യരെ നിയമിച്ചത്? ആധുനിക ശാസ്ത്രം പറയുന്നത് 700 കിലോമീറ്റർ ഒരേ നീളത്തിൽ എവിടെയും തങ്ങാതെ ഓടാൻ കഴിയുന്ന ഒരു ജീവി അതിന്റെ ഓട്ടം തുടങ്ങുമ്പോൾ അതിനെത്ര ശക്തിയുണ്ടോ ആ ശക്തി അതിന്റെ ഓട്ടം അവസാനിക്കുന്ന സമയത്തുമുണ്ട്. ക്ഷീണമില്ലാതെ തളർച്ചയില്ലാതെ ഒരേ നീളത്തിൽ 700 കിലോമീറ്റർ ഓടാൻ കഴിവുള്ള ഒരു ജീവിയാണ് നമ്മുടെ കൺമുമ്പിൽ കാണുന്ന, നമ്മുടെ ഉറക്കിനെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന കൊതുക് എന്ന് പറയുന്ന നിസ്സാര ജീവി. 1 കിലോമീറ്റർ തികച്ച ഒരേ നീളത്തിൽ ഒരേ ശക്തിയിൽ ഓടാൻ കഴിയാത്ത മനുഷ്യൻ ആ വിഷയത്തിൽ കൊതുകിന്റെ മുമ്പിൽ പരാജയപ്പെടുകയാണ്. ആരോഗ്യത്തിന്റെ പേരിലല്ല, നമ്മെ കവച്ചു വെക്കുന്ന ധാരാളം കഴിവുള്ള ജീവികൾ, വസ്തുക്കൾ ഈ പ്രപഞ്ചത്തിൽ ഉണ്ട്. പിന്നെന്താണ്? കണ്ടുപിടുത്തത്തിന്റെ വിഷയത്തിലാണോ? മറഞ്ഞു കിടക്കുന്ന വിഷയങ്ങൾ, ലോകത്ത് വെളിച്ചം കാണാതെ ഇരുളടഞ്ഞു കിടക്കുന്ന പ്രശ്നങ്ങൾ എന്ന് വരുന്നില്ലേ? ഇത് തന്നെയാണ് അഷ്റഫുൽ ഖൽഖ് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത്, ഖൈറുൽ ഖുറൂനി ഖർനി ثم الذين يلونهم ثم الذين يلونهم. നൂറ്റാണ്ട് കാലമെടുത്ത് പരിശോധിച്ചാൽ എന്റെ കാലഘട്ടമാണ് ഏറ്റവും നല്ലത്. കാരണം ഏറ്റവും കൂടുതൽ ബുദ്ധിയുള്ളത്, അഥവാ സത്യവും നീതിയും ധർമ്മവും ഉള്ളത് അഷ്റഫുൽ ഖൽഖ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജീവിച്ച ആ ഉത്തമ നൂറ്റാണ്ടായതുകൊണ്ടാണ് ഖൈറുൽ ഖുറൂനി ഖർനി, ഏറ്റവും നല്ല നൂറ്റാണ്ട് എന്റേതാണെന്ന് നബി തങ്ങൾ പറഞ്ഞത്. സഹോദരന്മാർ മനസ്സിലാക്കണം, ഈ പ്രപഞ്ചത്തിന്റെ മുഴുവനും ഉത്തരവാദിത്തം അല്ലാഹു നമുക്ക് നൽകി. ഈ ലോകത്തുള്ള സൃഷ്ടികൾ മുഴുവനും നമുക്ക് വേണ്ടി അവൻ
അല്ലാഹു നമുക്ക് നൽകിയിരിക്കുകയാണ്. ലോകത്തെ ഏറ്റവും ഉത്കൃഷ്ട ജീവിയാണ് ഈ ഇരിക്കുന്ന ഞാനും നിങ്ങളും. പ്രപഞ്ചത്തിലുള്ളതെല്ലാം അല്ലാഹു സൃഷ്ടിച്ചത് മനുഷ്യരായ നമുക്ക് വേണ്ടിയാണ്. എന്നാൽ നാം നമ്മെ കുറിച്ചൊന്ന് ചിന്തിക്കുക, മനസ്സിലാക്കുക എന്ന് വെച്ചാൽ അതെവിടെ മുതൽ വേണം? ഈ ഉന്നതനായ മനുഷ്യരാകുന്ന നാം, പ്രപഞ്ചത്തിലെ ഉന്നത സൃഷ്ടിയാകുന്ന നാം, നമ്മെ കുറിച്ച് നാം ചിന്തിക്കേണ്ടത് ഈ പ്രപഞ്ചത്തിലേക്ക് വന്ന അവസ്ഥ മുതൽ പഠിച്ചു നോക്കണം. നാം ആരാണെന്നും നാം എന്തിനു വന്നവരാണെന്നും നമ്മുടെ ഉത്തരവാദിത്തം എത്ര വലുതാണെന്നും അവിടെ മുതൽ ചിന്തിക്കാൻ അല്ലാഹു നമ്മളെ അടിക്കടി ഉപദേശിക്കുന്നുണ്ട്. മനുഷ്യ, നീ നിന്നെ കുറിച്ച് മനസ്സിലാക്കണം, നീ ചിന്തിക്കണം. നമ്മുടെ ഓരോരുത്തരുടെയും സ്ഥാനമാനങ്ങളും ഉത്തരവാദിത്തങ്ങളും നാം മനസ്സിലാക്കണം. മൃഗങ്ങളെ പോലെ ജീവിക്കാൻ വിധിക്കപ്പെട്ടവരല്ല നാം. ഈ പ്രപഞ്ചത്തിലേക്ക് നാം ഒക്കെ കടന്നു വന്ന അവസ്ഥയെക്കുറിച്ച് തന്നെ നമുക്ക് നോക്കാം. എന്തായിരുന്നു ഈ ഉത്കൃഷ്ട ജീവിയായ പ്രപഞ്ചത്തിലെ ഉന്നത സൃഷ്ടിയായ മനുഷ്യൻ ഈ പ്രപഞ്ചത്തിലേക്ക് വന്ന അവസ്ഥ എന്ത്? വല്ലാഹു അഖ്റജകും മിൻ ബുതൂനി ഉമ്മഹാതികും ലാ തഅലമൂന ശൈആ. അല്ലാഹു അഖ്റജകും മിൻ ബുതൂനി ഉമ്മഹാതികും, നിങ്ങളുടെ ഉമ്മമാരുടെ ഗർഭാശയങ്ങളിൽ നിന്ന് നിങ്ങളെ ഭൂമി ലോകത്തേക്ക് അല്ലാഹു പുറപ്പെടുവിച്ചു. ആ സമയത്ത് നമ്മുടെ അവസ്ഥ എന്താണ്? ലാ തഅലമൂന ശൈആ, യാതൊരു വിഷയത്തെക്കുറിച്ചും നാം അറിവില്ലാത്തവരാണ്. ഈ പ്രപഞ്ചത്തിലേക്ക് നാം കടന്നു വന്നപ്പോൾ ഒരു വിഷയത്തെക്കുറിച്ചും നമുക്ക് അറിഞ്ഞുകൂടാ. ഇന്ന് ഉച്ചയ്ക്ക് 12 മണിക്ക് ലോക ചരിത്രത്തിലെ ഏറ്റവും വലിയ ഒരു ശാസ്ത്രജ്ഞനെ പ്രസവിക്കപ്പെട്ടു എന്ന് സങ്കല്പിക്കും. അതേ 12 മണി സമയത്ത് നമ്മുടെ വീട്ടിലെ പശു പ്രസവിച്ചു. ഈ പശുക്കുട്ടി ഉടനെ തന്നെ ഓടിച്ചെന്ന് ഉമ്മയുടെ അകത്തിലുള്ള ശുദ്ധമായ പാൽ ഈമ്പി കുടിക്കുന്നു, ചപ്പി വലിക്കുന്നു. ഒരു വെയിലിലൂടെ നടന്നു നീങ്ങുമ്പോൾ മരത്തിന്റെ താഴെ തണൽ കാണുന്ന സമയത്ത് ആ പശുക്കുട്ടി മനസ്സിലാക്കുന്നു, എനിക്ക് ആ മരത്തിന്റെ താഴെയുള്ള തണലിൽ ചെന്ന് വിശ്രമിക്കാം. ആ പശുക്കുട്ടി തണലിൽ പോയി വിശ്രമിക്കുന്നു. നാം ഒരു കല്ലെടുത്തുകൊണ്ട് ആ പശുവിന്റെ നേരെ ഇങ്ങ് പിടിച്ചാൽ ആ പശുക്കുട്ടി മനസ്സിലാക്കി, ആ കല്ല് എന്റെ ശരീരത്തിൽ വന്ന് പതിക്കുന്നത് എനിക്ക് വേദനയുണ്ടാക്കും. അതാ ഉടനെ തന്നെ ആ പശുക്കുട്ടി ഓടിച്ചെന്ന് ഉമ്മയുടെ അകത്തിൽ പോയി അഭയം പ്രാപിക്കുന്നു. അതേ സമയത്ത് നാം ചിന്തിക്കൂ, ഈ പ്രപഞ്ചത്തിലെ ഉന്നത സൃഷ്ടിയാകുന്ന ലോകം മുഴുവനും നമുക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെട്ട ഏറ്റവും ഉത്തമ ജീവിയാകുന്ന മനുഷ്യൻ ഈ പ്രപഞ്ചത്തിലേക്ക് കടന്നു വന്ന അവസ്ഥ എന്ത്? ലാ തഅലമൂന ശൈആ, യാതൊരു വിഷയവും അറിവില്ലാത്തവരാണ്. പ്രസവിക്കപ്പെട്ട വിരിപ്പിൽ കിടന്ന് കൈകാലിട്ടടിച്ച് കഴിയുകയല്ലാതെ എനിക്ക് കുടിക്കാനുള്ള ശുദ്ധമായ പാൽ എന്റെ ഉമ്മയുടെ സ്ഥലങ്ങളിൽ അല്ലാഹു നിക്ഷേപിച്ചിട്ടുണ്ടെന്നറിയാത്തവരാണെന്ന് മാത്രമല്ല, ഉമ്മ 2 കൈയിൽ മലർത്തിപ്പിടിച്ച് മാറോട് ചേർത്ത് മുലക്കണ്ണ് വായിൽ വെച്ച് പ്രസ് ചെയ്തു തന്നാൽ അതിന്റെ ഉള്ളിൽ നിന്ന് വരുന്ന മുലപ്പാൽ ഓട്ടോമാറ്റിക്കായി താഴോട്ടിറങ്ങുകയല്ലാതെ ഒരു വേള ആ മുലക്കണ്ണ് നമ്മുടെ വായിൽ നിന്ന് പുറത്തു പോയാൽ നേരത്തെ ഞാൻ ഇതായിരുന്നു കുടിച്ചത് എന്ന അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ വരെ നമുക്ക് കുടിക്കാൻ അറിയില്ല. ഇതാണ് ഈ പ്രപഞ്ചത്തിലേക്ക് നാം വന്നപ്പോഴുള്ള അവസ്ഥ. ആ പശുക്കുട്ടിയുടെ അവസ്ഥ ചിന്തിച്ചു നോക്കി. ഉമ്മ ഒരു വിരിപ്പിൽ കിടത്തി അടുക്കളയിലെ ജോലിക്ക് പോയി. കാറ്റിനൊരു മുണ്ട് വന്ന് നമ്മുടെ മുഖത്ത് വീണു, ചെറിയൊരു കഷ്ണം വന്ന് നമ്മുടെ മുഖത്ത് വീണു. ആരും കണ്ടില്ലെങ്കിൽ അവിടെ കിടന്ന് ശ്വാസം മുട്ടി മരിക്കുകയല്ലാതെ, ചുവപ്പ് നിറമായി കൈകാലിട്ടടിച്ച് മരിക്കുകയല്ലാതെ, ഞാൻ എന്റെ മരണത്തിനെ തൊട്ട് രക്ഷപ്പെടാൻ ഇതൊന്നെടുത്ത് നീക്കിക്കളയട്ടെ എന്ന് പോലും ചിന്തിക്കാൻ കഴിവില്ലാത്തവരാണ്. ഒരു കല്ലെടുത്തുകൊണ്ട് ഒരു പശുക്കുഞ്ഞിന്റെ നേരെ നാം പിടിക്കുമ്പോൾ ആ പശുക്കിടാവ് മനസ്സിലാക്കുന്നു, ആ കല്ല് എന്റെ ശരീരത്തിൽ തട്ടിയാൽ വേദനിക്കുമെന്ന നിലക്ക് ആ പശുക്കുട്ടി ഓടിച്ചെന്ന് ഉമ്മയുടെ അകത്തിൽ പോയി അഭയം പ്രാപിക്കുന്നു.
അതേ സമയത്ത് നാമാണെങ്കിലോ സ്വന്തം മരണത്തിനെ തൊട്ടുപോലും രക്ഷപ്പെടാൻ നമുക്ക് കഴിയില്ല. ഇതാണ് ഈ പ്രപഞ്ചത്തിലേക്ക് നാം വന്ന അവസ്ഥ. ഒന്നും നമുക്കറിഞ്ഞുകൂടാ. ഇങ്ങനെയാണ് നാം പ്രപഞ്ചത്തിലേക്ക് വന്നത്. മനുഷ്യ, നമ്മുടെ അവസ്ഥ നാം ഒന്ന് മനസ്സിലാക്കണം. ഈ പ്രപഞ്ചത്തിലേക്ക് വന്നത് മുതൽക്ക് നാം നമ്മെ പഠിക്കണം. നമ്മെ കുറിച്ച് നാം ഒന്ന് പരിചയപ്പെടുന്നത് നല്ലതാണ്. ഞാൻ ഇന്നൊരു പ്രത്യേക വിഷയത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നില്ല. നാം നമ്മെ കുറിച്ചൊന്ന് പരിചയപ്പെടുക മാത്രം. അങ്ങനെ പ്രസവിക്കപ്പെട്ട് കിടക്കുന്ന ഈ കുഞ്ഞിനെ പിന്നീട് അവൻ കമിഴ്ന്ന് കിടക്കാൻ തുടങ്ങി. അല്പം കഴിഞ്ഞവൻ മുട്ടുകുത്തി നടക്കാൻ തുടങ്ങി. അവൻ കണ്ണുനീച്ചെല്ലാം കാണാനും കേൾക്കാനും കൊച്ചു വാക്കുകൾ സംസാരിക്കാനും തുടങ്ങി. മുട്ടുകുത്തി നടത്തിയിരുന്നവൻ കൊച്ചടികൾ വെച്ച് നടന്നു. അങ്ങനെ അവൻ ഓടാനും ചാടാനും തുടങ്ങി. അവൻ വളർന്നു വലുതായി. 20-ാം നൂറ്റാണ്ടിന്റെ ഉത്തരാർദ്ധത്തിൽ മനുഷ്യൻ ചെന്ന് ചന്ദ്രഗോളത്തിൽ കാലുകുത്തി ഈ പ്രപഞ്ചത്തെ ഞാൻ കീഴൊതുക്കി എന്ന് അവകാശപ്പെട്ടു. എവിടെ നിന്ന് കിട്ടിയതോ ഈ കഴിവ്? ഈ കഴിവ് നിനക്ക് എവിടെ നിന്ന് ലഭിച്ചു? അള്ളാഹു നമുക്ക് കാണാനുള്ള കാഴ്ച തന്നു. അള്ളാഹു നമുക്ക് കേൾവി തന്നു. അള്ളാഹു നമുക്ക് ഹൃദയം തന്നു. ഈ കഴിവുകളൊക്കെ അള്ളാഹു, നാം പ്രസവിക്കപ്പെട്ട സമയത്ത് ഈ കഴിവുകൾ നമുക്ക് പരിപൂർണമല്ല. നമ്മുടെ കൺമുമ്പിൽ നിന്നുകൊണ്ട് നമ്മെ കുറിച്ച് അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുന്ന നമ്മുടെ ഉമ്മമാരെ, സഹോദരിമാരെ, നമ്മുടെ വാപ്പയെയും ജേഷ്ഠാനുജന്മാരെയും നമ്മുടെ സമീപത്ത് കൂടി നിന്നുകൊണ്ട് ഇപ്പോൾ പ്രസവിക്കപ്പെട്ട കുഞ്ഞിനെ കുറിച്ച് പറയുന്ന അഭിപ്രായ പ്രകടനങ്ങൾ അതിലൊന്ന് ഭാഗമാക്കായി അവരോട് തമാശ പറയാനും ചിരിക്കാനും മറുപടി പറയാനും നമുക്ക് സാധ്യമായിരുന്നില്ല. അവർ പറയുന്നത് കേൾക്കാൻ നമ്മുടെ കാതിന് കഴിവുണ്ടായിരുന്നില്ല. നമ്മുടെ ഹൃദയത്തിന് ഈ ഇന്നത്തെ കഴിവ് അന്നുണ്ടായിരുന്നില്ല. അതൊക്കെ പടിപടിയായി അല്ലാഹു തആല നമുക്ക് വളർത്തി തന്നു. എന്തിനാണ് ഇങ്ങനെ അല്ലാഹു തആല നമ്മെ വിട്ടത്? ഈ കഴിവുകളൊക്കെ പിന്നീട് അല്ലാഹു പടിപടിയായി നമുക്ക് തന്നത് ലഅല്ലകും തഷ്കുറൂൻ. മനുഷ്യൻ ഓടാനും ചാടാനും തുടങ്ങി. ചന്ദ്രഗോളത്തിൽ ചെന്ന് മനുഷ്യൻ കാലുകുത്തുമ്പോ ആ മനുഷ്യൻ ചിന്തിക്കുകയാണ്, ഞാൻ തന്നെയാണ് ഈ പ്രപഞ്ചത്തിലെ വലിയവൻ. എന്നെ കവച്ചു വെക്കുന്ന ഒരു വസ്തുവില്ല. ഞാനാണ് ഇവിടുത്തെ എല്ലാം എന്റേതാണെന്ന് അഹങ്കരിക്കാൻ സാധ്യതയുള്ളത് കൊണ്ട്, മൃഗങ്ങളെക്കാളും അഹങ്കരിക്കാൻ സാധ്യത മനുഷ്യനുള്ളത് കൊണ്ട് അല്ലാഹു പറഞ്ഞു, നീ അങ്ങനെ അഹങ്കരിക്കല്ല, നീ അഹങ്കരിക്കല്ല മനുഷ്യ. നിന്റെ കണ്ണെവിടെ നിന്ന് കിട്ടി? നിന്റെ കാത് എവിടെ നിന്ന് കിട്ടി? നിന്റെ ഹൃദയം എവിടെ നിന്ന് ലഭിച്ചു? ഈ കഴിവുകളൊക്കെ ഇതിന് നൽകിയവൻ ആരാണ് എന്ന് നീ ചിന്തിക്കണം. അതിനുവേണ്ടിയാണ് അല്ലാഹു നമ്മെ ഈ വിധത്തിൽ പ്രപഞ്ചത്തിലേക്ക് വിട്ടത്. എന്നിട്ട് ഈ കാതും കണ്ണും ഹൃദയവും ഉൾക്കൊള്ളുന്ന കഴിവുകൾക്കെല്ലാം ലഅല്ലകും തഷ്കുറൂൻ, അല്ലാഹുവിന് ശുക്ർ ചെയ്യാൻ വേണ്ടി അവൻ നൽകിയതാണ്. നമ്മുടെ എല്ലാ കഴിവും ഈ വിധത്തിൽ അല്ലാഹു നമുക്ക് നൽകിയത് ലഅല്ലകും തഷ്കുറൂൻ, അല്ലാഹുവിന് ശുക്ർ ചെയ്യാൻ വേണ്ടി, അല്ലാഹുവിന് നന്ദി ചെയ്യാൻ വേണ്ടി തന്നതാണ്. ഈ കണ്ണ് അല്ലാഹുവിന് നന്ദി ചെയ്യാനാണ്. ഈ കാത് അല്ലാഹുവിന് നന്ദി ചെയ്യാൻ വേണ്ടിയാണ്. എല്ലാം അല്ലാഹുവിന് നന്ദി ചെയ്യാൻ വേണ്ടിയാണ്. എന്താണ് നന്ദി ചെയ്യൽ? റബ്ബ് സുബ്ഹാനഹു വ തആലയാകുന്ന യജമാനനായ റബ്ബാണ് നമുക്കിത് തന്നവൻ. ലോകത്ത് ഒരു സൃഷ്ടിക്ക് ഇത് തരാൻ കഴിയില്ല. ഇത് നഷ്ടപ്പെട്ടാൽ തിരിച്ചു തരാൻ ഭൗതിക ശാസ്ത്രത്തിന് സാധ്യമല്ല. നമ്മുടെ കണ്ണ് പോയി നോക്കണം, അപ്പോഴേ അതിന്റെ ബഹുമാനം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഒരു വസ്തുവിന്റെ ബഹുമാനം മനസ്സിലാക്കൽ അതിന്റെ വിദ്വകൊണ്ടാണ്. ആ വസ്തുവിന്റെ ബഹുമാനം മനസ്സിലാക്കാൻ കഴിയണമെങ്കിൽ അതിന്റെ വിദ്വ, അതിന്റെ ഓപ്പോസിറ്റ് വരണം. കണ്ണിന് ബഹുമാനം കണ്ണ് പോകുമ്പോഴേ അറിയൂ. കാതിന്റെ ബഹുമാനം കാത് നഷ്ടപ്പെടുമ്പോഴേ അറിയൂ. എന്താണ് ഈ വസ്തുക്കളുടെയൊക്കെ കഴിവ്, അതിന്റെ ബഹുമാനവും? ഞങ്ങളുടെയൊക്കെ ഒരു സ്നേഹിതനും, ഒരു ചെറുപ്പക്കാരനായ ഒരു പണ്ഡിതൻ, അദ്ദേഹത്തിന്റെ മകൾക്ക് 2 വയസ്സ് പ്രായമായ സമയത്ത് ഒരു അസുഖം തുടങ്ങി. വെളിച്ച
വെളിച്ചമുള്ള സമയത്ത് കണ്ണു തുറക്കാൻ കഴിയില്ല. ഇതാണ് അസുഖം. വെളിച്ചമുള്ള സമയത്ത് കണ്ണു തുറക്കാൻ കഴിയില്ല. രാത്രി കൂരിരുട്ടിൽ കണ്ണു തുറക്കാം. അതുകൊണ്ടെന്താ കാര്യം? അതുകൊണ്ടെന്ത് പ്രയോജനം? പല ഡോക്ടർമാരെയും കാണിച്ചു. വിശാലമാണ്, ഞാൻ ചുരുക്കി പറയട്ടെ. പരിസരത്ത് ഡോക്ടറെ കാണിച്ചു. കണ്ണിൽ രക്തമിറങ്ങുന്ന ഒരു ചൂടുകാലത്തുണ്ടാകുന്ന അസുഖമുണ്ടല്ലോ, ചെങ്കണ്ണ് എന്ന് പറയും ഞങ്ങളുടെ നാട്ടിൽ, മലപ്പുറത്തൊക്കെ. അതാണെന്ന് വിചാരിച്ച് മരുന്ന് കൊടുത്തു ഡോക്ടർ. ഒരാഴ്ച കഴിച്ചിട്ട് രോഗം ഭേദമായില്ല. വീണ്ടും ഡോക്ടറെ കാണിച്ചപ്പോൾ അയാൾ പറഞ്ഞു, നിങ്ങൾ ഈ കുഞ്ഞിനെയും കൊണ്ട് മധുരയിൽ പോകണം. അവിടെ കണ്ണിന്റെ പ്രത്യേകമായൊരു ഹോസ്പിറ്റലുണ്ട്, അവിടെ തന്നെ പോകണം. ഈ പണ്ഡിതനായ ഈ ചെറുപ്പക്കാരൻ, ഈ കുഞ്ഞിന്റെ പിതാവ് പറഞ്ഞു, മധുര വരെ പോകുന്നത് എന്നെ സംബന്ധിച്ച് പ്രയാസമാണ്. ഞാൻ കോയമ്പത്തൂരിൽ പോയിക്കോളാം. പോരാ, അവിടെ ഇതിന് ചികിത്സയില്ല, നിങ്ങൾ അവിടെ തന്നെ പോകും. ഒരുപാട് പാടുപെട്ട് പ്രയാസപ്പെട്ട് ഈ പണ്ഡിതൻ 2 വയസ്സ് പ്രായമുള്ള ഈ കുഞ്ഞിനെയും കൊണ്ട് മധുരയിൽ പോയി. ഹോസ്പിറ്റലിൽ ചെന്നു. ഡോക്ടർമാർ ഒരുപാട് പരിശോധനകൾ നടത്തി. അവസാനം ഒരു തുള്ളി മരുന്ന് കൊടുത്തു. 1 മണിക്കൂർ ഇടവിട്ട് കണ്ണിൽ മരുന്ന് ഇറ്റിച്ചുകൊണ്ടിരിക്കണം. 1 മണിക്കൂർ ഇടവിട്ട് കണ്ണിൽ ഇറ്റിച്ചുകൊണ്ടിരിക്കണം. 2 വയസ്സ് പ്രായമുള്ള ഈ കുഞ്ഞിന്റെ കണ്ണിൽ ഓരോ മണിക്കൂറിലും ഉമ്മ മരുന്നിറ്റിക്കുന്നു. അങ്ങനെ കുറെ കാലം കഴിഞ്ഞു. ഈ കുട്ടിയും വിഷമിച്ചു, ഉമ്മയും വിഷമിച്ചു. ഓരോ മണിക്കൂറിലും കണ്ണിൽ തുള്ളി മരുന്നിറ്റിച്ചാൽ മാത്രമേ കണ്ണു തുറക്കാൻ കഴിയൂ. അങ്ങനെ വർഷങ്ങൾ ഒരുപാട് നീണ്ടു. കുറെ കാലം കഴിഞ്ഞു. അങ്ങനെ കുറെ പരിശോധനകളും പഠനങ്ങളും നടത്തി. ഇപ്പോൾ ആ കുട്ടിക്ക് 8 വയസ്സ് പ്രായമാണ്. ഒരു ദിവസം 3 പ്രാവശ്യം ഇപ്പോൾ ഇറ്റിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഒരു ദിവസം 3 പ്രാവശ്യം ഇറ്റിച്ചുകൊണ്ടിരിക്കുന്നു. സഹോദരങ്ങളെ, എന്താണ് ഈ കുട്ടിക്ക് പിടിപെട്ട രോഗമെന്നോ? മധുരയിലെ ഉയർന്ന ഡോക്ടർമാർ പറയുന്നത്, ഇത്തരം കേസുകൾ ഞാൻ ആദ്യമായി കാണുകയാണ്. ജന്മനാ കണ്ണ് തുറക്കാൻ കഴിയാത്ത കുഞ്ഞുങ്ങളെ ഒരുപാട് ഞങ്ങൾ ചികിത്സിച്ചിട്ടുണ്ട്. കുറെ കാലം കണ്ണ് തുറക്കാൻ കഴിയും, പിന്നെ തുറക്കാൻ പറ്റാതെയായത് ആദ്യത്തെ അനുഭവമാണ്. ഇതിന് കാരണം എന്താണെന്നോ? ഈ കണ്ണ് തുറക്കാൻ കഴിയാത്തതിന്റെ കാരണം ഈ കുഞ്ഞിന് കണ്ണുനീർ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നില്ല. അച്ചവനെ അല്ലാഹു നമുക്ക് നൽകിയ അനുഗ്രഹം ഒന്ന് ചിന്തിച്ചേ. നമുക്ക് റബ്ബ് സുബ്ഹാനഹു വ തആല തന്ന അനുഗ്രഹം ഒന്ന് ചിന്തിച്ചേ. സഹോദരങ്ങളെ, ഈ കുഞ്ഞിന് എങ്ങനെയാണ് ഈ രോഗം വന്നത്? 2 വയസ്സിന് മുൻപ് ഈ കുട്ടിക്ക് കൊടുത്ത ഏതോ ഒരു മരുന്നിന്റെ റിയാക്ഷനാണ് ഈ കുഞ്ഞിന്റെ കണ്ണുനീര് വറ്റിച്ചു കളഞ്ഞത്. ഏതോ രോഗത്തിൽ നാം കഴിക്കുന്ന, ഒരുപക്ഷെ നാം കഴിക്കുന്ന മരുന്ന് നമ്മുടെ കണ്ണിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന കണ്ണുനീര് നശിപ്പിച്ചു കളഞ്ഞിട്ടുണ്ടെങ്കിൽ വെളിച്ചമുള്ള സമയത്ത് കണ്ണു തുറക്കാൻ കഴിയാത്ത ഗൗരവമായ ഒരവസ്ഥ നമുക്ക് വരുന്നത് അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. കണ്ണിന്റെ വലിപ്പം മനസ്സിലാക്കിയോ നിങ്ങൾ? എന്തിനാണ് അല്ലാഹു ഈ കണ്ണ് നൽകിയത്? ലഅല്ലകും തശ്കുറൂൻ, അല്ലാഹുവിന് ശുക്ർ ചെയ്യാൻ വേണ്ടി. അല്ലാഹു നമുക്ക് നാവ് നൽകിയത് എന്തിനാണ്? അല്ലാഹുവിന് ശുക്ർ ചെയ്യാൻ വേണ്ടി. അല്ലാഹു നമുക്ക് കാത് നൽകിയത് അവന് ശുക്ർ ചെയ്യാൻ വേണ്ടിയാണ്. അല്ലാഹു നമുക്ക് സർവസ്വവും, കൈയും കാലും ഹൃദയവും എല്ലാം അല്ലാഹു നമുക്ക് നൽകിയത് അവന് ശുക്ർ ചെയ്യാൻ വേണ്ടിയാണ്. എന്താണ് അവന് ശുക്ർ ചെയ്യുക എന്ന് പറഞ്ഞാൽ? നന്ദി ചെയ്യുക. അത് നാം കേട്ട് പരിചയമുള്ളതാണ്. ഇതുപോലൊരു ഫംഗ്ഷൻ തയ്യാറാക്കി പരിപാടി അവസാനിച്ച് തിരിച്ചു പോകുമ്പോ ഇതിന്റെ ഉത്തരവാദിത്തപ്പെട്ട സെക്രട്ടറികളോ സ്റ്റേജിൽ കയറി വന്ന് പറയും, നിങ്ങൾക്കെല്ലാവർക്കും, ഇതിൽ സംബന്ധിച്ച ഉസ്താദുമാർക്കും ഈ സദസ്സിൽ വന്ന എല്ലാ സഹോദര സഹോദരിമാർക്കുമൊക്കെ ഞങ്ങൾ നന്ദി പറയുന്നു എന്ന ഒരു വാക്ക് നമുക്ക് കേട്ടു പരിചയമുണ്ട്. അതാണോ അല്ലാഹുവിനോട് പടച്ചവനെ, നീ എനിക്ക് കണ്ണില്ലാത്ത അവസ്ഥയിൽ എനിക്ക് കണ്ണ് തന്നു, എനിക്ക് കാണാനുള്ള കഴിവ് തന്നു, മറ്റൊരാൾക്കുമില്ലാത്ത പല അനുഗ്രഹങ്ങളും നീ എനിക്ക് നൽകി, അതുകൊണ്ട് അല്ലാഹ് നിനക്ക് നന്ദി.
അത് മതിയോ? പോരാ. അള്ളാഹു നമുക്ക് നാവ് നൽകിയതിന് അള്ളാഹുവിനേക്ക് നന്ദി ആ രണ്ടക്ഷരത്തിൽ ഒതുങ്ങുന്നതല്ല. പിന്നെയോ എന്തെല്ലാം കഴിവുകൾ നമുക്കുണ്ട്. നമ്മുടെ കണ്ണിനും കാതിനും നമ്മുടെ കേൾവിക്കും നമ്മുടെ കൈകാലുകൾക്കും എന്തെല്ലാം കഴിവുകളുണ്ട്. ആ കഴിവുകളൊക്കെ റബ്ബ് നമുക്ക് നൽകുന്ന സമീത്ര വ്യവസ്ഥ വെച്ചിട്ടുണ്ട്. ഞാൻ നിനക്ക് കണ്ണ് തരുന്നു, ആ കണ്ണുകൊണ്ട് നീ നല്ലതേ കാണാവൂ, നീ നല്ലതല്ലാത്തത് കാണരുത്, ചീത്ത കാണരുത്. നീ നിന്റെ നാവ് കൊണ്ട് നല്ലതേ പറയാവൂ, നല്ലതല്ലാത്തത് പറയരുത്. നിന്റെ കാതുകൊണ്ട് നല്ലതേ കേൾക്കാവൂ, നല്ലതല്ലാത്തത് നിന്റെ കാതുപയോഗിച്ച് നീ കളിക്കരുത്. നിന്റെ കൈകാലുകളെ കൊണ്ട് നല്ലത് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ, അനാവശ്യമായത് നിന്റെ കൈകാലുകളെ കൊണ്ട് നീ ചെയ്യരുത്, അസ്ഥാനത്ത് ഉപയോഗിക്കരുത് എന്ന ഒരു വ്യവസ്ഥയോടുകൂടിയാണ് ഈ കഴിവുകൾക്ക് റബ്ബ് നമുക്ക് നൽകിയിട്ടുള്ളത്. കണ്ണ് വരുമ്പോൾ വ്യവസ്ഥ വെച്ചു, കാത് വരുമ്പോൾ വ്യവസ്ഥ വെച്ചു, ഹൃദയം വരുമ്പോ നാവ് വരുമ്പോ അള്ളാഹു വ്യവസ്ഥ വെച്ചു. ഈ നാവ് കൊണ്ട് എനിക്ക് പൊരുത്തമുള്ളതിൽ മാത്രമേ വിനിയോഗിക്കാവൂ, എനിക്ക് പൊരുത്തമില്ലാത്തത് നീ വിനിയോഗിക്കരുത്. ആ വ്യവസ്ഥ പൂർണ്ണമായും പാലിക്കാൻ ബാധ്യസ്ഥരാണ് നാം ഒക്കെയും. അത് പാലിക്കുമ്പോഴാണ് അള്ളാഹു നമുക്ക് ഏൽപ്പിച്ച അമാനത്ത് സ്വത്തുകളാകുന്ന നമ്മുടെ അവയവങ്ങൾ റബ്ബ് സുബ്ഹാനഹു വ തആലക്ക് നന്ദി ചെയ്തതായി തീരുക. ഇങ്ങനെ ചിന്തിക്കുമ്പോൾ കണ്ണ് നൽകിയ അല്ലാഹുവിന് നന്ദികേടായി അവന് പൊരുത്തമില്ലാത്ത ഒന്ന് കാണാൻ ഒരു ഈമാനുള്ള ഹൃദയത്തിന് സാധ്യമാണോ? അല്ലാഹുവിന് പൊരുത്തമില്ലാത്തതിൽ കണ്ണ് ഉപയോഗിക്കാൻ? അത് നന്ദികേടല്ലേ? നന്ദികേടല്ലേ സഹോദരങ്ങളെ? നമ്മുടെ നാവ് അല്ലാഹു തആല തരുന്നു, ആ നാവ് കൊണ്ട് നീ നല്ലതേ പറയാമോ, നീ നല്ലതല്ലാത്തത് പറയരുത് എന്ന് അല്ലാഹു തആല കൽപ്പിക്കുകയും ആ കൽപ്പന ശിരസാവഹിക്കാൻ ബാധ്യസ്ഥരാവുകയും ചെയ്ത നാം കൊണ്ട് ഒരു ഹറാമ് പറയുന്നുവെങ്കിൽ നാവിന് കഴിവ് തന്ന റബ്ബിനോട് ചെയ്യുന്ന ധിക്കാരമല്ലേ, നന്ദികേടല്ലേ? അത് എത്രമാത്രം ഗൗരവമുള്ള കാര്യമാണ്. ലഇൻ ശകർതും ലഅസീദന്നകും വലഇൻ കഫർതും ഇന്ന അദാബീ ലശദീദ്. അല്ലാഹു നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളെ കൊണ്ട് എങ്ങനെ നമുക്ക് ഹറാമ് കാണാനും പറയാനും കേൾക്കാനും കഴിയുന്നു? അല്ലാഹുവിനെ ധിക്കരിച്ചുകൊണ്ട് ജീവിക്കാൻ കഴിയും? പടച്ച റബ്ബിന്റെ നിഅമത്തെ കുറിച്ച് മനസ്സിലാക്കാത്തത് കൊണ്ട്, അവൻ ചെയ്തു തന്ന അനുഗ്രഹം ഉൾക്കൊള്ളാത്തത് കൊണ്ട് നാം അല്ലാഹുവിനെ തെറ്റ് ചെയ്യുന്നു.